കഴിഞ്ഞ 4 വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മികവിന്റെ കേന്ദ്രങ്ങളാണ്, ഡോക്ടർമാരുടെ സ്കില്ലും അനുഭവ സമ്പത്തും അവരുടെ ജ്ഞാനവും ഒക്കെ വെച്ച്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പരിമിതിയുണ്ട്, ഉപകരണങ്ങളുടെ പരിമിതിയുണ്ട്. അത് കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്യുകയുമാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, അല്ലെങ്കിൽ ഏറ്റവും അറിയാൻ ആശങ്കയോടുകൂടി അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഡെമോളിഷ് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കെട്ടിടത്തിൽ ഈ പാവപ്പെട്ട രോഗികളെ ഇങ്ങനെ കിടത്തി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ പോയി ഡോക്ടർമാർ റൗണ്ട്സിന് പോകുന്നുണ്ട്, അവിടെയാണ് ചികിത്സ നടത്തുന്നത്. നഴ്സുമാർ, ഡോക്ടർമാർ, ഇതര സ്റ്റാഫുകൾ, പാരാമെഡിക്കൽ ജീവനക്കാർ, ഇവരെല്ലാം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരു കെട്ടിടത്തിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 കൊല്ലം മുമ്പ് ഒരു സംഭവം ഉണ്ടായി, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ അപകടം ഉണ്ടായത് ടോയ്ലറ്റ് ബ്ലോക്കിലായതുകൊണ്ട് അത്രയും അപകടം കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എത്രമേൽ ആശങ്കാജനകമാണ് കാര്യങ്ങൾ? ഇത് ഇവിടെ പല ചർച്ചയിൽ ഞാൻ 2 വാക്കുകൾ കേട്ടതാണ്. ഇത് അപലപനീയമാണ്, പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. ഈ 2 കാര്യങ്ങളോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട റോസമ്മ മാഡം പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങളിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് വാർഡ് 12-ൽ ഒരു കോൺക്രീറ്റ് പാളി ഇളകി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ പിന്നെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നൊരു സമയത്ത് പ്രിൻസിപ്പൽ ഓഫീസിൽ പിന്നെ ജൂനിയർ സൂപ്രണ്ടിന്റെ കസേരയുടെ മുകളിൽ നിന്നൊരു കോൺക്രീറ്റ് പാളി ഇളകി വീണൊരു സംഭവം ഉണ്ടായി. ഇതൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മെൻസ് ഹോസ്റ്റൽ, റോസമ്മ മാഡം അത് സൂചിപ്പിച്ചു. മെൻസ് ഹോസ്റ്റലിന്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കീഴിൽ വരുന്ന ബിൽഡിങ്ങുകളിൽ പലതും 60 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. അത് വളരെ ശോചനീയ അവസ്ഥയിലാണ്. മെൻസ് ഹോസ്റ്റലിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ പിന്നെ ഏകദേശം ഒരു 6 മാസം പോലും ആയിട്ടില്ലാന്ന് തോന്നുന്നു, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മുകളിലേക്ക് ഒരു കോൺക്രീറ്റ് പാളി ഇളകി വീഴുകയും ആ കുട്ടിയുടെ കൈ ഒടിയുകയും ചെയ്തു. ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഒരു കുട്ടിയുടെ മുകളിൽ കോൺക്രീറ്റ് പാളി വീണു. അതുപോലെ അത്തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പലതരത്തിലുള്ള ബാത്റൂമുകൾക്കും പൂട്ടിടാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് മെൻസ് ഹോസ്റ്റലിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായിട്ടും ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് നേരിടുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞു സംവിധാനത്തെ കുറ്റം പറയണം. സംവിധാനത്തെ കുറ്റം പറയണം എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടും പ്രിൻസിപ്പളും ഇതിനു വേണ്ടി ഒരുപാടധികം ശ്രമിക്കുന്നുണ്ട്. അതായത് പലതരത്തിലും ഞങ്ങളുടെ ഇപ്പോൾ MHന്റെ ഒരു പ്രശ്നം പറയുമ്പോഴും ഞങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുമ്പോഴും അവർക്ക് കഴിയാവുന്ന രീതിയിൽ, അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സിസ്റ്റം എന്ന് പറഞ്ഞ് മന്ത്രി മാറ്റി വെക്കുമ്പോൾ എന്താണ് ഈ സിസ്റ്റം? ഒരു സർക്കാരാണോ സിസ്റ്റം? ഒരു മിനിസ്റ്ററാണോ സിസ്റ്റം? അതോ എന്തെങ്കിലും ഒരു സംവിധാനമാണോ? പക്ഷേ അത് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാനോ ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല. ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ മെഡിസിൻ വാർഡ് പറയുകയാണെങ്കിൽ മെഡിസിൻ വാർഡിന്റെ മെഡിസിൻ വാർഡിൽ കൂടെ നടന്നു പോയാൽ, വാർഡ് 3 വാർഡ് 6 കൂടെ നിങ്ങൾ നടന്നു പോയാൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് നോക്കിയാൽ കമ്പി പുറത്ത് നിൽക്കുന്നത് കാണാം, കമ്പിയും കോൺക്രീറ്റ് പാളികളും പുറത്ത് നിൽക്കുന്നത് കാണാം. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ അഭിലാഷ്, നിങ്ങൾ അടുത്തത് ഇനി വരേണ്ടി വരുന്നത് MHന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണെന്ന് വല്ലതും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിരിക്കും നിങ്ങൾ മാധ്യമങ്ങൾ ഇനി വരേണ്ടി വരുന്നത്. പക്ഷേ മുമ്പും മന്ത്രിമാരും സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോ ഈ ബിൽഡിംഗിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ പുതിയ ബിൽഡിംഗിലേക്ക് കിഫ്ബി വഴി പണി തീർപ്പിച്ചിട്ടുള്ള പുതിയ ബിൽഡിംഗിലേക്ക് മാറും എന്നുള്ളതാണ്. അതായത് സർജിക്കൽ ബ്ലോക്ക് മാറിയാലും ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇപ്പൊ ഈ പർട്ടിക്കുലർ ബിൽഡിംഗിലെ പ്രശ്നം അവസാനിച്ചാലും ഇനി പൊളിഞ്ഞു വീഴാനുള്ളത് വേറെ ഉണ്ട് എന്നാണോ ഞാൻ ഫർഹാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഈ പ്രശ്നം എന്ന് ആരാ ചികിത്സിക്കേണ്ടത്? മെഡിക്കൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സാണ് ചികിത്സിക്കേണ്ടത്. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങുകളുടെ അവസ്ഥയാണ് ഏറ്റവും ശോചനീയ അവസ്ഥ. അപ്പൊ അതാര് പരിശോധിക്കും? രോഗികളെ സംരക്ഷിക്കേണ്ടവരുടെ അവസ്ഥ വളരെ ദയാനകമാണ്. വാർഡുകളിലായാലും ഡോക്ടർമാരുടെ അവസ്ഥ പ്രശ്നമാണ്. ഒന്ന് മര്യാദയ്ക്ക് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് അല്ലെങ്കിൽ പോസ്റ്റിംഗ് കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങാൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയമാണ്. കിടന്നുറങ്ങുമ്പോൾ തലയിൽ കൂടെ കോൺക്രീറ്റ് കഷ്ണം വന്ന് വീഴുമോ എന്നുള്ളൊരു ഭയമാണ്. ബാത്റൂമിൽ പോകുമ്പോൾ ഭയമാണ്, കോൺക്രീറ്റ് കഷ്ണം വന്ന് വീഴായിരിക്കും ഞങ്ങളുടെ മരണം. അപ്പോൾ അത്തരത്തിലൊരു ഭയജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ദിനചര്യകൾ ദിവസം തള്ളി നീക്കുന്നത്. സർക്കാർ ഞങ്ങൾ പലതവണ, ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ റിയാസ്, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് തുടങ്ങിയവർക്കെല്ലാം ഞാൻ ഉൾപ്പെടുന്ന KSU ഉൾപ്പെടെയുള്ള പല വിദ്യാർത്ഥി സംഘടനകളും അത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള കത്തുകൾ നൽകിയിട്ടുണ്ട്, അവരെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള പോസിറ്റീവ് റിപ്ലൈ കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ റിനോവേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഞാൻ പറയട്ടെ, നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രശ്നമുണ്ട്, കോൺക്രീറ്റിലും കമ്പിയിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ കുറച്ച് കോൺക്രീറ്റ് വാരി തേച്ച് പെയിന്റ് അടിച്ചതുകൊണ്ട് എന്തായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലും റിനോവേഷൻ അല്ല വേണ്ടത്. വി നീഡ് എ ന്യൂ ബിൽഡിംഗ്. ഒരു പുതിയ ബിൽഡിംഗ് ആണ് അവിടെ ആവശ്യം, ഒരു പുതിയ MH ആണ് ആവശ്യം. അല്ലെങ്കിൽ പല പുതുക്കി പണിയുകയല്ല, പുതുതായി പണിയുകയാണ് വേണ്ടത്.